നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനൊരുങ്ങി സർക്കാർ ഉത്തരവിറക്കി. DGPയുടെയും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെയും ശുപാർശകൾ അംഗീകരിച്ച് ഇന്നലെയാണ് സർക്കാർ അനുമതി നൽകിയത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി 8ാം പ്രതി ദിലീപ് ഉൾപ്പെടെയുള്ള 4 പേരെ കുറ്റവിമുക്തരാക്കിയ നടപടിയെ ചോദ്യം ചെയ്താണ് സർക്കാർ അപ്പീൽ നൽകുന്നത്. രഞ്ജിൽ രാജ് ചേരുന്നു വിവരങ്ങളുമായി. രഞ്ജിൽ, ഇനി ഈ ഒരു വിധിയോടുകൂടി തീരുന്നില്ല, നിയമപോരാട്ടം മുന്നോട്ടുണ്ടാകുമെന്നുള്ള പ്രതികരണങ്ങളൊക്കെ നമ്മൾ നേരത്തെയും പ്രതിഭാഗത്തിൻ്റെയും അതല്ലെങ്കിൽ വാദിഭാഗത്തിൻ്റെ ഉണ്ടായിരുന്നു. പ്രതിഭാഗം ആ പ്രതി അല്ലെങ്കിൽ പ്രതിയായിരുന്ന കുറ്റാരോപിതനായിരുന്ന ദിലീപിൻ്റെ ഒരു പ്രതികരണവും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ നിയമസാധ്യത അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള നിയമ നടപടികൾ പ്രവചിക്കപ്പെട്ടതാണ് നേരത്തെ. ഇപ്പോൾ സർക്കാർ ഉത്തരവ് കൂടി ഇറങ്ങുന്നതോടെ അതൊന്നും കൂടി ശക്തമാകുന്നു. തീർച്ചയായും കളദാസ്, അങ്ങനെ വേണം വിലയിരുത്താനായിട്ട്. കാരണം നമുക്കറിയാം, ഒരു കേസ് വന്ന സമയത്ത് അല്ലെങ്കിൽ കേസിൽ വിധി വന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ അപ്പീലുമായി മുന്നോട്ട് പോകുമെന്ന് അന്ന് തന്നെ പ്രോസിക്യൂട്ടറും അതുപോലെ സർക്കാരും പറഞ്ഞിരുന്നു. കാരണം ഈ കേസിലേറെ നിർണായകമായ ഡിജിറ്റൽ തെളിവുകൾ നിസ്സാര കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഭാഗം അല്ലെങ്കിൽ വിചാരണ കോടതി തള്ളിയത്. ആ ഒരു ഡിജിറ്റൽ തെളിവുകളുടെ അഭാവത്തിലാണ് കേസിൽ 8ാം പ്രതിയായിരുന്ന ദിലീപ് അടക്കമുള്ള പ്രതികളെ കോടതി കുറ്റവിമുക്തരാക്കിയതും. ആ നടപടിക്കെതിരെ അന്ന് തന്നെ സർക്കാർ അതിജീവിതയ്ക്കൊപ്പമാണ് തങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അപ്പീൽ പോകുമെന്ന് പറഞ്ഞിരുന്നു. പ്രോസിക്യൂഷനും ഇത്തരത്തിൽ അപ്പീൽ പോകുമെന്ന് പറഞ്ഞിരുന്നു. ആ കേസിലാണ് ഇപ്പോൾ അപ്പീൽ പോകാനുള്ള ഒരു ഉത്തരവ് സർക്കാർ ഇറക്കിയിരിക്കുന്നത്. ക്രിസ്തുമസ് അവധിക്ക് ശേഷം അപ്പീൽ നൽകാനാണ് സർക്കാരിന്റെ തീരുമാനം. അതായത് ക്രിസ്മസ് അവധി കഴിഞ്ഞു വരുന്ന സമയത്ത് അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിക്കും. വിചാരണ കോടതിയുടെ നടപടിക്കെതിരെ, അതായത് കേസിൽ 8ാം പ്രതിയായ ദിലീപ് അടക്കമുള്ള പ്രതികളെ കുറ്റവിമുക്തമാക്കിയ നടപടിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകും. അതേപോലെ തന്നെ കേസിലെ 1 മുതൽ 6 വരെയുള്ള പ്രതികളായ പൾസർ സുനി ഉൾപ്പെടെയുള്ളവരെ 20 വർഷം തടവിന് ശിക്ഷിച്ച വിധിക്കെതിരെയും അപ്പീൽ നൽകാനുള്ള ഒരു തീരുമാനത്തിലാണ് സർക്കാർ ഉള്ളത്. കഴിഞ്ഞ ദിവസം സർക്കാരിന്റെ ക്രിസ്തുമസ് വിരുന്നിൽ അതിജീവിത പങ്കെടുത്തിരുന്നു. ഈ മുഖ്യമന്ത്രിയുമായി അതിജീവിത നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ നടപടികൾ വേഗത്തിലാക്കാനുള്ള തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ DGPയുടെയും പ്രോസിക്യൂഷന്റെയും ശുപാർശകൾ അംഗീകരിച്ച് സർക്കാർ അപ്പീൽ നൽകാനുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. പ്രോസിക്യൂട്ടർ ഇതിൽ ഉന്നയിക്കുന്ന വ്യക്തമായ ഒരു കാര്യമെന്ന് പറയുന്നത്, കേസിലേറെ നിർണായകമായ ഡിജിറ്റൽ തെളിവുകൾ നിസ്സാര കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഭാഗം അല്ലെങ്കിൽ കോടതി നിരാകരിച്ചത് അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞത്. ഇതിനെതിരെ ശക്തമായി തന്നെ കോടതി അപ്പീൽ സമർപ്പിക്കുമെന്ന് ഒരു കാര്യമാണ് പ്രോസിക്യൂഷൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പ്രോസിക്യൂഷൻ ശുപാർശയിലും ഇത് തന്നെയാണ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുപ്രകാരമാണ് ഈ ഒരു ശുപാർശകൾ സർക്കാർ അംഗീകരിച്ചതും ഇതുമായി ബന്ധപ്പെട്ട് അപ്പീലിൽ പോകാനുള്ള തീരുമാനത്തിലെത്തിയത്. നമുക്കറിയാം, കേസിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികളുടെ കുറ്റം അവർ ചെയ്ത ആ ഒരു ക്രിമിനൽ കുറ്റം കോടതി നിരീക്ഷിച്ചു അല്ലെങ്കിൽ കോടതി കണ്ടെത്തിയതിന് പിന്നാലെ അവർക്ക് ശിക്ഷ വിധിച്ചിരുന്നു. പക്ഷേ അപ്പോഴും 20 വർഷത്തെ തടവ് ശിക്ഷ മാത്രമാണ് 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് കോടതി വിധിച്ചത്. അതും ഇത്രയും വലിയ ക്രൂരമായ ഒരു ആക്രമണം നടത്തിയ അല്ലെങ്കിൽ നടിയെ ആക്രമിച്ച് ബലാത്സംഗം ചെയ്ത അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയ ഈ പ്രതികൾക്കെതിരെ വെറും 20 വർഷത്തെ ശിക്ഷ മാത്രമാണ് അന്ന് കോടതി വിധിച്ചത്. ഇതിനെതിരെ അന്ന് തന്നെ നിരവധി വിമർശനങ്ങൾ ഉയർന്നിരുന്നു. കാരണം ഇതിനും വലിയ അല്ലെങ്കിൽ ഇതിനും ചെറിയ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ക്രിമിനൽ കുറ്റം ചെയ്തിട്ട് വെറും 20 വർഷം മാത്രമാണോ തടവ് എന്നുള്ള ഒരു ചോദ്യം അവിടെ പലരും ഉന്നയിച്ചിരുന്നു. അതിനൊക്കെ പിന്നാലെയാണ് കേസിൽ 8ാം പ്രതിയായ ദിലീപ് ഉൾപ്പെടെയുള്ളവരെ കോടതി വെറുതെ വിട്ടതും. അതും അന്ന് കോടതിയുടെ മുമ്പാകെ പ്രോസിക്യൂഷൻ ചോദിച്ചൊരു ചോദ്യം അല്ലെങ്കിൽ മറ്റ് ഈ പ്രമുഖരടക്കമുള്ളവർ ചോദിച്ചൊരു ചോദ്യമാണ്. പക്ഷെ അപ്പോഴും പ്രതിഭാഗം ഉന്നയിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ദിലീപിന്റെ കുറ്റം തെളിയിക്കാൻ അല്ലെങ്കിൽ പങ്ക് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്ന് തന്നെയാണ്. കോടതിയും അത്തരം ഒരു കാര്യം തന്നെയാണ് പറഞ്ഞത്. കാരണം വിധിന്യായം ഒക്കെ തന്നെ പുറത്തു വന്ന സാഹചര്യത്തിൽ നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ ദിലീപിന്റെ കുറ്റം തെളിയിക്കാനുള്ള യാതൊരുവിധ തെളിവുകളും പ്രോസിക്യൂഷന് ഹാജരാക്കാൻ സാധിച്ചില്ല എന്ന് വേണം ആ വിധിന്യായ പകർപ്പിലൊക്കെ തന്നെ പുറത്തു വന്നത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ പ്രതിഭാഗം ഉന്നയിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്, പ്രോസിക്യൂഷനോ അല്ലെങ്കിൽ അതിജീവിതയ്ക്കോ കേസിൽ ദിലീപിനുള്ള പങ്ക് തെളിയിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഈ ഒരു കേസിൽ ദിലീപിന് ജാമ്യം ലഭിച്ചത് അല്ലെങ്കിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത് എന്നുള്ള കാര്യമാണ് പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയത്. അതിനൊക്കെ എതിരെയാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. നേരത്തെ ഈ ഒരു കേസിൽ വിധി വന്ന സമയത്ത് അതിജീവിതയുടെ പ്രോസിക്യൂട്ടറായിട്ടുള്ള മിനി പറഞ്ഞത്, ഈ ഡിജിറ്റൽ തെളിവുകൾ അല്ലെങ്കിൽ ഈ കേസിൽ ദിലീപിന്റെ ഗൂഢാലോചന തെളിയിക്കാനുള്ള തെളിവുകൾ തങ്ങളുടെ പക്കമുണ്ട്. തങ്ങൾ വിചാരണ കോടതിക്കെതിരെ ഹൈക്കോടതി എന്തായാലും സമീപിക്കും. വിചാരണ കോടതി നടപടി ഇങ്ങനെയാകുമെന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു എന്ന തരത്തിലൊക്കെ ആയിരുന്നു അന്ന് അവരുടെ പ്രതികരണങ്ങളൊക്കെ തന്നെ വന്നത്. എന്തായാലും അന്ന് തന്നെ ഇവർ പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു ഹൈക്കോടതിയെ സമീപിക്കുമെന്നൊരു കാര്യം പറഞ്ഞിരുന്നു. അതിനുള്ള ഒരു വ്യക്തമായ മറുപടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ഒരു അപ്പീലുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും തീരുമാനം എന്നുള്ളത് തന്നെയാണ്
ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും ക്രിസ്മസ് അവധിക്ക് ശേഷം ഈ ഒരു കേസുമായി അപ്പീലുമായി മുന്നോട്ട് പോകുമെന്ന് സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഈ ഒരു കേസിൻ്റെ നടപടി എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കാരണം വിചാരണ കോടതിയിൽ തെളിയിക്കാൻ കഴിയാത്ത തെളിവുകൾ അല്ലെങ്കിൽ ആ ഒരു പങ്ക് ഗൂഢാലോചന എന്ന് പറയുന്ന ആ ഒരു കുറ്റം ഹൈക്കോടതിയിൽ തെളിയിക്കാൻ സാധിച്ചാൽ ഒരുപക്ഷെ ദിലീപ് അടക്കമുള്ളവർക്ക് വീണ്ടും പ്രതിക്കൂട്ടിലാകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ വീണ്ടും ശിക്ഷ അല്ലെങ്കിൽ ശിക്ഷിക്കാനുള്ള സാഹചര്യമൊക്കെയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ അതിജീവിതയ്ക്ക് ഏറെ നിർണായകമാണ് ഈ ഒരു ഹൈക്കോടതി അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ പോകുന്ന ഈ ഒരു അപ്പീൽ എന്ന് വേണം കരുതാൻ. എന്തായാലും ക്രിസ്മസ് അവധിക്ക് ശേഷം ഈ ഒരു അപ്പീലുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിൻ്റെയും തീരുമാനം. ജിൽ രാജാണ് വിവരങ്ങൾ നൽകിയത്. കേസിൽ